കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ അഞ്ചാമത്തെ മൊഴി, എനിക്ക് ദാഹിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദാഹം തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ ഒത്തിരി മണിക്കൂറുകൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ, കഠിനമായ കളികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ദാഹം അനുഭവപ്പെടാറുണ്ട്. ആ സമയത്ത് ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നാം പ്രതീക്ഷിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് അഞ്ചാമതായി പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ഭൗതികമായിട്ട് കർത്താവിന് ദാഹിക്കുവാൻ കാരണമുണ്ട്. തലേ ദിവസം രാത്രി കർത്താവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ വൈകുന്നേര സമയം വരെ കർത്താവ് വല്ലതും കഴിച്ചോ കുടിച്ചോ എന്നൊന്നും വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് കർത്താവിന് കഠിനമായ ക്ഷീണവും ദാഹവും വിശപ്പും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രിസ്തു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന ഈ മൊഴി ഒന്നാമതായിട്ട് ചിന്തിക്കുവാൻ കഴിയുന്നത് ഭൗതികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ദാഹത്തെയാണ്. കർത്താവ് എത്രത്തോളം ക്ഷീണിതനാണെന്നും ബലഹീനനാണെന്നും വെളിപ്പെടുത്തുന്ന മൊഴിയാണ് അഞ്ചാമത്തെ മൊഴി. ഇത് നമുക്ക് നൽകുന്ന ഒരു ആത്മീയ ചിന്തയും ഇങ്ങനെയാണ്: കർത്താവ് ദാഹിച്ചത്, കർത്താവ് വിശന്നത്, കർത്താവ് കഷ്ടപ്പെട്ടത്, കർത്താവ് തന്റെ ശരീരത്തിലെ രക്തം ചിന്തിയത്, അതെല്ലാം നമുക്ക് വേണ്ടിയാണ്. കർത്താവിന്റെ ശരീരത്തിലെ രക്തം വാർന്നു വാർന്നു ഒഴുകുകയാണ്. കർത്താവിന്റെ ശരീരത്തിലെ ജലാംശം വളരെ കുറയാൻ വളരെ സാധ്യതയുണ്ട്. കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് ആ ദാഹത്തിന് പിന്നിൽ നമ്മോടുള്ള കരുതലാണ്, സ്നേഹമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. സങ്കീർത്തനം 69:21 ഇപ്രകാരം പറയുന്നു: എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രവചനമാണ്. ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രവചനം. ക്രിസ്തുവിന് കയ്പ് കുടിപ്പാൻ കൊടുത്തു എന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണമായി കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുകയും അവർ കർത്താവിന് പുളിച്ച വീഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കഠിനമായ വേദനയുടെ മധ്യ ആയിരിക്കുമ്പോഴും ഇന്നലകളിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ക്രൂശിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമുക്ക് നൽകുന്ന ഒരു ചിന്ത: കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ എന്തൊക്കെയും ഇന്നലകളിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ അതൊക്കെ നൽകാൻ അവൻ ശക്തനാണ്. തന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളുടെ മധ്യയും അത് നൽകുവാൻ ആഗ്രഹിക്കുകയും നൽകുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. താൻ കഠിനമായ വേദനയുടെ മധ്യ ആയിരിക്കുമ്പോഴും മരണം മുഖാമുഖം കാണുമ്പോഴും പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കർത്താവ് പറയുകയാണ്: എനിക്ക് ദാഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ കിണറ്റിനരികെ വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്: ഒരിക്കലും ദാഹിക്കാത്ത ജലം നൽകുവാൻ എനിക്ക് കഴിയും. ജീവന്റെ ജലം വാഗ്ദാനം ചെയ്ത കർത്താവ് ഇവിടെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള ദാഹം മാത്രമല്ല, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണെന്ന് ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. നമ്മുടെ ദാഹം ശമിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ ദാഹം ശമിപ്പിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മുടെ ജീവിതങ്ങളെ ദൈവഹിത പ്രകാരം ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിന്റെ ദാഹം ശമിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് മാറുവാൻ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ അഞ്ചാമത്തെ മൊഴി ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.